തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയാക്കുമോ? നമസ്കാരം. i2v ന്യൂസ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയാക്കുമോ എന്നാണ്. ഇന്ന് ഈ വിഷയത്തിൽ എന്നോടൊപ്പം പങ്കുചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CM രാജേന്ദ്രൻ. സ്വാഗതം. രാജേന്ദ്രൻ ജി, എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഇവന്മാരുടെ ഈ കളികൾ കണ്ടിട്ട്? ശശി തരൂരിനെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി ആക്കിയേ അടങ്ങൂ എന്ന തരത്തിലാണോ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്? സത്യത്തിൽ ഇത് കുറേ കാലം മുമ്പ് തന്നെ ശശി തരൂരിനെ നമ്മൾ കണ്ട ശശി തരൂരല്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശശി തരൂരുണ്ട്. ആ ശശി തരൂരല്ല ഇപ്പോൾ. ശശി തരൂരിനെ കോൺഗ്രസ് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും അല്ലെങ്കിൽ UDF ആക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരാക്കിയില്ലെങ്കിലും ശശി തരൂർ അങ്ങനെ തന്നെയാണ്. കാരണം ശശി തരൂര് അടുത്ത പ്രാവശ്യം ബി.ജെ.പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അത് കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ശശി തരൂർ ഇറങ്ങിപ്പോട്ടെ എന്നാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. കാരണം കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ശശി തരൂരെ ചവിട്ടി പുറത്താക്കാനുള്ള ധൈര്യമില്ല. എങ്ങനെയെങ്കിലും ശശി തരൂരെ പുറത്താക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ ശശി തരൂർ എങ്ങനെയും ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനുള്ള കുഴപ്പമുണ്ട്. എങ്ങനെ ശശി തരൂർ പോയതല്ലേ, ബി.ജെ.പിയിലേക്ക് പോയതല്ലേ എന്ന് പറഞ്ഞ് ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതേ സ്ഥിതി തന്നെയാണ് ശശി തരൂരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി എന്നെ പുറത്താക്കട്ടെ, എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ എനിക്ക് ബി.ജെ.പിയിൽ പോയി ചേരാം, കാരണം എന്നെ പുറത്താക്കിയിട്ട് കൊണ്ടാണല്ലോ ഞാൻ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയിൽ പോവുകയും ചെയ്യാം, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യാം, മുഖ്യമന്ത്രി ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവും ചെയ്യാന്നുള്ള രൂപത്തിലേക്കൊക്കെയാണ് ശശി തരൂരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ രണ്ടു കൂട്ടരും ചിന്ത ഒരേ പോയിന്റാണ്. ഇറങ്ങി പോട്ടെ എന്ന് UDF കോൺഗ്രസ് ചിന്തിക്കുന്നു, ഇറക്കി വിടട്ടെ എന്ന് ശശി തരൂർ ചിന്തിക്കുന്നു. ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇപ്പൊ സത്യത്തില് ശശി തരൂർ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അസംബന്ധങ്ങളാണ്, അല്ലെങ്കിൽ നന്ദികേടാണെന്ന് പറയേണ്ടി വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ പറഞ്ഞു, ശശി തരൂരിനെ കുറിച്ചിട്ട് എനിക്ക് മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. പക്ഷേ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട്, ആ പാർട്ടിയുടെ ഉപ്പും ചോറും നിന്നുകൊണ്ട്, ആ പാർട്ടിയുടെ അണികൾ രാവും പകലും പണിയെടുത്ത് ഇദ്ദേഹത്തെ 3 തവണ MP ആക്കിയിട്ടും അദ്ദേഹം പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പോലെ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞതിൽ കാര്യമുണ്ടാവാം, കാര്യമില്ലാതിരിക്കാം. പക്ഷേ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പാർട്ടിയെയും ഈ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെയും ഒക്കെ മോശമായ രീതിയിൽ കാണുന്നത്, സംസാരിക്കുന്നത്. പുള്ളിക്കാരനൊക്കെ സൗമ്യമായി സംസാരിച്ചാൽ തന്നെ വളരെ വീക്ഷിക്കുന്ന ആളുകളാണ് കേരളം. അദ്ദേഹത്തെ കുറിച്ച് വലിയൊരു മതിപ്പുണ്ട്. വിശ്വപൗരൻ എന്നുള്ളതിനുപരി ശശി തരൂരിനെ കുറിച്ചൊരു മതിപ്പ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ, സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിൽ, IT മേഖലകളിൽ, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ നല്ലൊരു മതിപ്പുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ വാക്കുകൾ പോലും ആളുകൾ വീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ സംവിധാനം നിൽക്കുന്ന സമയത്താണ് ശശി തരൂര് ഇനി 1 മാസം പോലും ഇല്ല ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്. ഈ സമയത്ത് സ്വന്തം പാർട്ടിയെ, ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം കാര്യങ്ങളും പ്രസ്താവനകളൊക്കെ നടത്തുന്നതോ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ്. ഇത് മുന്നേ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, നമ്മൾ ഫസ്റ്റിലെ ക്യാപ്ഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ആദ്യം അത് പറയേണ്ടി വന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് ഉറപ്പിക്കുന്ന പോലെയാണ് ശശി തരൂരിൻ്റെ പോക്ക്. പല പോരായ്മകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ശശി തരൂരിന് ഒരുപാട് ഗുണങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശശി തരൂര് ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ ചാനലിൽ വാർത്ത വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഇൻട്രോ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. ഒരു സംശയവും വേണ്ട. ഈ കേൾക്കുന്ന വാർത്ത കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, UDF-കാരോടും കോൺഗ്രസിനും പറയാനുള്ളത്, ശശി തരൂർ തന്നെയാണ് ബി.ജെ.പിയുടെ അടുത്ത ബി.ജെ.പിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തർക്കമില്ല. ശശി തരൂരിനോട് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല എങ്കിലും ഇപ്പോൾ ശശി തരൂർ കാണിക്കുന്ന, അതായത് കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന് അവരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആ പ്രവർത്തനങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല എന്ന തരത്തിലാണ് താങ്കൾ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുക്കുക. അന്നേരം ഒരു ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അസറ്റാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരേ ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഈ കോൺഗ്രസ്സുകാർ മാത്രമാണ്. കാരണം ഇത്രയും ഒരു പ്രൊഫൈലുള്ള ഒരാളെ ഈ പ്രസ്ഥാനത്തിലുണ്ടോ എന്ന് നോക്കുക. അന്നേരം അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹത്തിൻ്റെ ആ പ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ കാലിബറും അനുസരിച്ചിട്ടുള്ള ഒരു പദവി അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് 4ാം തവണയും പുള്ളി വിജയിച്ചത്? അദ്ദേഹത്തോടുള്ള ഒരു ഔദാര്യമായിരുന്നില്ല. ശശി തരൂർ അല്ലാതെ വേറെ ഒരാളായിരുന്നു എങ്കിൽ തിരുവനന്തപുരത്ത് നിർത്തിയിരുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്ന്
ഇന്നൊരു കേന്ദ്രമന്ത്രിയായിരുന്നേനെ. അന്നേരം അതുപോലെ ഒരു ഔദാര്യമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു പ്രൊഫൈലുള്ള ഒരാളെ തലസ്ഥാന നഗരിയിൽ നിർത്തിയാൽ മാത്രമേ ശശി തരൂരിന് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ബി ജെ പിയിലും അതല്ലാതെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരു ആളുകളുടെ വോട്ട് മറിക്കുവാൻ കാലിബറുള്ള ഒരാളാണ് അദ്ദേഹം. ഈ സാധാരണഗതിയിലൊക്കെ 3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ഒരു അവേർഷൻ ഉണ്ടാകേണ്ട, ഒരു ആൻറ്റി ഇൻക്യുമ്പൻസി ഫാക്ടർ ഉണ്ടാകേണ്ട, അതൊന്നും ഇവിടെ വർക്കൗട്ടായില്ല. ഇത്രയും ശക്തനായ ഒരു നേതാവിനെ നിർത്തിയിട്ടും ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും അവരിറക്കി പയറ്റിയിട്ട് പോലും ശശി തരൂരിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു അടിത്തറയുണ്ട്, ഒരു മഹത്വമുണ്ട്. അതിനേക്കാളും ഒരു കരിഷ്മയുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ മാനിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അർഹിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം ഒരു റിബല് പോലെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ഇവരുടെ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ വർക്കിംഗ് കമ്മിറ്റിയിലെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടി അദ്ദേഹത്തെ താൽക്കാലികമായെങ്കിലും ആശ്വസിപ്പിച്ചത്. പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് എതിരാളികൾ പോലും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, തങ്ങളോടൊപ്പം ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം തങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അയാളെ വിട്ടുപോകാതെ, അയാളെ വിട്ടുകളയാതെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് എത്രയോ പദവികൾ ഉണ്ടാക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള പല പദവികൾ ഉണ്ടാക്കി കൊടുക്കുകയോ എങ്ങനെയെങ്കിലും, അത് അവരുടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മിടുക്കായിരുന്നു അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഒന്ന് ഓർത്ത് നോക്കുക, ഖാർഗെ എവിടെ നിൽക്കുന്നു, ശശി തരൂർ എവിടെ നിൽക്കുന്നു. അന്നേരം ശശി തരൂരിൻ്റെയൊക്കെ ഒരു ഗതികേടെന്ന് പറയുന്നത് ഈ ഖാർഗെയുടെയും ഈ KC വേണുഗോപാലിനെയും പോലെയൊക്കെയുള്ള ഈ പെട്ടിച്ചുമമ്പുകാരന്മാരുടെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഓച്ചാനിച്ച് നിൽക്കുക എന്ന് പറയുമ്പം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെയുള്ള ഒരാളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക. അതും പോരാഞ്ഞ് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിൻ്റെ കാര്യം എടുത്താൽ പോലും ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല, അതിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് ശ്രദ്ധ നേടാൻ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന പാത്രം എടുത്ത് വേണം എറിയാം, സ്പൂൺ എടുത്തെറിയാം, മൊബൈൽ എടുത്ത് വലിച്ചെറിയാം, അങ്ങനെ അത് അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കും. അന്നേരം ഈ ശശി തരൂർ എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ മാന്യമായ രീതിയിലും അദ്ദേഹം ആസ് എ ജെന്റിൽമാൻ അദ്ദേഹം ഇവന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പല തരത്തിലും പല പ്രതികരണങ്ങളുടെയും പല ഇൻ്റലക്ച്വൽ വേയിലാണ് അദ്ദേഹം ഇവന്മാർ ചെയ്യുന്ന പോലെ. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ ഒതുക്കുവാൻ ഈ പെണ്ണുകേസ് ഇറക്കിയ പോലത്തെ തറപ്പണികളല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം വളരെ ജെന്റിലായിട്ട്, അദ്ദേഹം വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ തൻ്റെ ആർട്ടിക്കിളിലൂടെയോ ലേഖനത്തിലൂടെയോ ഒക്കെ ഇദ്ദേഹം പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഇവന്മാർക്കത് മനസ്സിലാകുന്നില്ല. മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ഭാവിക്കുക. കാരണം താങ്കൾ കൃത്യമായി ആദ്യമേ സൂചിപ്പിച്ച പോലെ 2 കാര്യങ്ങൾ. ഒന്ന്, ശശി തരൂരിനെ ഒരു നടപടിയെടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ, ഒരു വിക്ടിമിൻ്റെ പരിവേഷം വന്നു കഴിഞ്ഞാൽ അത് അയാൾ മുതലാക്കുമെന്ന് കൃത്യമായിട്ടറിയാം. ആ ഒരു അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുപോലെ തന്നെ തിരിച്ചും ശശി തരൂർ ഇട്ടെറിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാർട്ടി വിരുദ്ധൻ. ഇത്രയും ഞങ്ങൾ അവസരം കൊടുത്തു, കേന്ദ്രമന്ത്രിയാക്കി, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി, 4 തവണ തിരുവനന്തപുരത്ത് MP ആകാനായിട്ടുള്ള അവസരം കൊടുത്തു, അതുപോലെ തന്നെ പാർലമെൻ്ററി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ പദവി കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും ഇദ്ദേഹം ഈ പാർട്ടിയെ വഞ്ചിച്ച് ഇത്രയും പ്രാധാന്യമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കി ഇയാൾ കടന്നു കളഞ്ഞു എന്നിവർക്ക് പഴിചാരാൻ പറ്റും, അതും ഇയാൾ ആഗ്രഹിക്കുന്നില്ല. അന്നേരം ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ ശശി തരൂരിനെ പോലെയുള്ളൊരു ഒരാളെ നഷ്ടപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആത്യന്തികമായി ആർക്കാണ് നഷ്ടം? ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം നോക്കുക, നാൾക്ക് നാൾ ദേശീയ തലത്തിൽ പ്രസക്തിയില്ലാതെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അപ്രസക്തരായി ഈ ഒരു വില്ലേജ് പ്ലെയറുടെ ലെവലിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നേരം ആ തരത്തിലൊരു ദേശീയ തലത്തിൽ ഇവർക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു അന്തർദേശീയ തലത്തിൽ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ലീഡറായി ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള പാർട്ടി സംവിധാനങ്ങൾ നോക്കുമ്പോൾ എവിടെയും എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രൊഫൈലുള്ള ആളാണ്. അന്നേരം ഇദ്ദേഹത്തെ ഈ സമയം വിട്ടുകളയുന്നത് മണ്ടത്തരമല്ലേ? ഈ സിങ്കിങ് ഷിപ്പിൽ ഇതുപോലുള്ള ഒരാൾ നിൽക്കുന്നത് നല്ലതല്ലേ എന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന, അന്നേരം ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം, അതായത് KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം KC വേണുഗോപാൽ ഇപ്പോൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും ശശി തരൂരിനെ ഒരു ദിവസം മുൻപേ ചവിട്ടി പുറത്ത് കളയുക, അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് എങ്ങനെങ്കിലും സ്വമേധയാ ഇയാൾ ഇറങ്ങിപ്പോകാനുള്ളൊരു പണി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ
അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? താങ്കൾ ഫസ്റ്റ് തുടക്കം തന്നെ പറഞ്ഞതുപോലെ ശശി തരൂരിൻ്റെ കഴിവ് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല, അല്ലെങ്കിൽ UDF അറിയില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചു. അതൊരു പരിധിവരെ ശരിയാണ്. ശശി തരൂരിൻ്റെ കഴിവ് അറിയാവുന്ന ഏക പാർട്ടി CPM ആണ്. CPM ആണ് ശശി തരൂരിനെ കറക്റ്റ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ CPM കേരളത്തിൽ പല പണികളും നോക്കിയിട്ടുണ്ട് ശശി തരൂരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ, പക്ഷെ ഇതിനേക്കാളെല്ലാം മുന്നേ തന്നെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ, അത് കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ മോദിയുമായി ഈ BJPയുമായി ശശി തരൂർ അഗാധമായൊരു ബന്ധം പുലർത്തുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞത് വളരെ വൈകിയാണ്. രണ്ടാം മോദി സർക്കാർ വന്നപ്പോൾ തന്നെ BJP ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും ആലോചിക്കുകയും പ്ലാനിങ് പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എല്ലാത്തിനും അതൊക്കെ മുമ്പ് എത്രയോ വിഷയങ്ങൾ രണ്ടാമത്തെ മന്ത്രിസഭ വന്നപ്പോൾ തൊട്ട്, ആ ഫസ്റ്റ് മോദി മന്ത്രിസഭ അത്രയ്ക്ക് ആയിരുന്നില്ലെങ്കിലും രണ്ടാമത്തെ മോദി മന്ത്രിസഭയിൽ ശശി തരൂർ മുഖ്യ ഘടകമാണ് BJPയുടെ. അത് പല കോൺഗ്രസ്സുകാരും ശ്രദ്ധിക്കാതെ പോയി. അതൊരു പക്ഷേ കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കാതിട്ടാണോ, അത് ശ്രദ്ധിച്ച് ഭയപ്പെട്ട് മിണ്ടാതിട്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചു അർഹിക്കുന്ന അംഗീകാരങ്ങൾ കൊടുത്തില്ല എന്ന്. കേരളത്തിൽ ശശി തരൂരിന് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലേക്കൊക്കെ ശശി തരൂർ ചെല്ലുമ്പോൾ ശശി തരൂരിനെ വളരെ പുച്ഛമായിട്ട് കാണുന്ന കോൺഗ്രസിൻ്റെ ഈ പറയുന്ന കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ പേരുടെ തന്നെ പറയാം, കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ശശി തരൂർ ഓൾ ഇന്ത്യ തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ നല്ല എണ്ണം പറഞ്ഞ പോസ്റ്ററല്ലേ കൊടുത്തിരിക്കുന്നത്. ശശി തരൂരിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞു റിബലായിട്ട് മത്സരിച്ചു എന്ന് പറഞ്ഞു. റിബൽ അല്ലായിരുന്നു. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അനുഗ്രഹ ആശിഷകളോട് തന്നെയാണ് ശശി തരൂർ മത്സരിച്ചത്. പക്ഷേ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുള്ള കാര്യം ശശി തരൂരിന് മൊത്തമായിട്ട് അറിയാമായിരുന്നു. ഫസ്റ്റിലത്തെ അറിയാമായിരുന്നു. നിങ്ങൾ മത്സരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ജനാധിപത്യമാർ ആർക്കും വേണ്ടി മത്സരിക്കാം, ഒരു പ്രശ്നമില്ല എന്ന് ശശി തരൂരിനോട് പറയുകയും, അവിടെയാണ് പ്രശ്നം. ശശി തരൂരിനോട് പറയുകയാണ് നിങ്ങൾ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശശി തരൂർ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ശശി തരൂർ മത്സരിക്കും. ഈ ശശി തരൂരിനോട് മത്സരിക്കാനപ്പെടുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പറയുകയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന 28 സംസ്ഥാനങ്ങളിലേക്കും നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. KPCC പ്രസിഡന്റുമാർക്കും DCC പ്രസിഡന്റുമാർക്കും നേരിട്ട് വിളിച്ചാണ് നിർദ്ദേശം കൊടുത്തത്. ഈ ശശി തരൂർ വന്നാൽ അംഗീകരിക്കരുത്, അവിടെ കയറ്റരുത്, DCCയിൽ കയറ്റരുത്, സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ കയറ്റരുത്, ഒരു കാര്യം ഡിസ്കസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും അവഗണിച്ചു അദ്ദേഹത്തെ. പല സ്ഥലത്തും അവഗണിച്ചു. ഈ പറയുന്ന കേരളത്തിൽ വന്നിട്ട് പോലും ഈ KPCCയുടെ ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു നേതാക്കന്മാരുണ്ടായില്ല, ഒരു നേതാക്കന്മാരും. പക്ഷെ അന്നും കേരളത്തിൽ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ടോ ശശി തരൂരിൻ്റെ. ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞ K. സുധാകരൻ പരിപൂർണ്ണ സപ്പോർട്ടായിരുന്നു. അതാണ് K. സുധാകരൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോലെ കോൺഗ്രസിന് ഒരു ക്വാളിറ്റി ഉള്ള ഒരു നേതാവിനെ കാണിച്ചെന്നെ. ഇവനൊന്നും ഈ KC വേണുഗോപാൽ നേതാവേ അല്ലെന്നേ, സ്വന്തം കാര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു മനുഷ്യനെന്നല്ലാതെ ഒന്നുമല്ല. ഇവരുടെ 7 അയലക്കത്ത് പോലും, സുധാകരൻ്റെ 7 അയലക്കത്ത് പോലും എത്താനുള്ള കാലിബറുള്ള ഒരാളല്ല ഈ വേണുഗോപാൽ. അങ്ങനെ കേരളത്തിൽ സുധാകരനെ പോലെ കുറേ ആളുകൾ, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, അങ്ങനെ വിരലിലുണ്ടാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ വിരലിലുണ്ടാവുന്ന കുറേ ആളുകൾ മാത്രമാണ് ഈ ശശി തരൂരിന് വേണ്ടി സംസാരിച്ചത്. എന്തായാലും അതിൽ വന്നു. AICCയുടെ പ്രസിഡന്റായിട്ട് മത്സരിച്ച് തോറ്റതിന് ശേഷം ശശി തരൂരിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പദവി പാർട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിഷേധിച്ചിട്ട് കേരളത്തിൽ ശരിക്കും പറഞ്ഞാലോ ബിഗ് സീറോ ആണ് ശശി തരൂർ. ഈ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു വിലയില്ല. വിലയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ജനപിന്തുണയും രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ അദ്ദേഹത്തിനുള്ള പിന്തുണയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തോട് ഈ കലിപ്പുണ്ടാവാനുള്ള കാരണം. സത്യത്തിൽ 2 വിധത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ശശി തരൂരിന് അർഹിക്കുന്നതിൽ കൂടുതൽ അംഗീകാരം പാർട്ടി കൊടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അതുപോലെ തന്നെ ശശി തരൂരിന് കേരളത്തിലെ എല്ലാ കാലത്തും അവഗണന മാത്രം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വന്ന കാലം K. കരുണാകരൻ്റെ ഇതിലാണ് പുള്ളി ഫസ്റ്റ് വരുന്നത്. ആ കാലം മുതൽ ഇന്ന് വരെ കേരളത്തിലെ അവഗണന തന്നെയാണ്. പക്ഷേ കേരളത്തിലെ അവഗണിക്കാതിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ, കേരളത്തിൽ വലിയ പാരയായി നിൽക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ, സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. സത്യം, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. കാരണം ഈ കോൺഗ്രസ് പാർട്ടീനെ എല്ലാ സമയത്തും വളരെ മോശമായി പുച്ഛിച്ച് KPCC പ്രസിഡന്റിനെയും AICC പ്രസിഡന്റിനെയും സോണിയാഗാന്ധിനെയും അതുപോലെ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരെയും പുച്ഛിച്ച് സംസാരിക്കുന്ന ഒരു നിലവാരമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ഒരാൾ, അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാരണം എത്ര സ്റ്റേറ്റിലാണ് മത്സരിച്ചു, എത്ര സ്ഥലത്ത് മത്സരിച്ചു, എവിടെയെങ്കിലും ജയിച്ച് കയറാൻ പറ്റിയ? അവിടെ ചെന്ന് കാസർഗോഡ് ചെന്ന് പൊട്ടും മാച്ച് ഈ ലീഗിൻ്റെ ആളായി മാറി, ലീഗിൻ്റെ എന്താ പറയുക
എനിക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ ആളായി മാറി അങ്ങനെ ലീഗിന്റെ കൂടെ വന്ന് ലീഗിനെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകതയുണ്ട്. UDF സ്ഥാനാർത്ഥി ആരാണോ അവര് കുറി തൊട്ടാനായാലും കുറി തൊട്ടതല്ലെങ്കിലും ഇനി ലീഗ് ആരായാലും അവര് ആകാം അഴിഞ്ഞ് പ്രവർത്തിക്കും. കയ്യും മെയ്യും മറന്ന് ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ലീഗ് മുന്നിട്ടിറങ്ങും. ആ ലീഗിനെ പോലെ അതുപോലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഘടകകക്ഷി ഇന്ന് CPM ഇല്ല. അത്രയ്ക്ക് എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ലീഗുകാർ. അപ്പൊ ലീഗുകാരെ കൂടെ അവർ ജയിപ്പിച്ചു വിട്ടപ്പോൾ ഇയാളങ്ങൾ വിചാരിച്ചു ഞാനാണ് വലിയ തമ്പുരാൻ, അയാളുടെ കഴിവ് ഒരു ചുക്കുമല്ല, ഒരു കഴിവുമില്ല. അവരുടെ അതോടുകൂടി പൊട്ടും മാച്ച് കളഞ്ഞ് കുറിയും മാച്ച് കളഞ്ഞ് പിന്നെ ഇതിപ്പോ മുണ്ടടുത്തോട്ട് എന്നാ തെറ്റാണാവോ എനിക്ക് അത്രേ അറിയാവുള്ളൂ. കാരണം ഞാനിപ്പോൾ വേറെ ഉദ്യോഗസ്ഥർ പറയണതല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണത് ശരിയല്ല. കോൺഗ്രസ് പാർട്ടീനെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ കാലത്ത് ഞാൻ കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല? എനിക്കത് ആവർത്തിക്കാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ആ വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഒരു സാധാരണ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വിഷമമാണ്. ഒരു KPCCയുടെ ഉന്നതമായ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു കഴിവുമില്ലാതെ ഒരു പിന്നാക്കൊന്നും കഴിവില്ലാത്ത ഒരു മനുഷ്യനെ വലിയ പദവിയിലേക്ക് എത്തിച്ച് അയാൾ കെ മുരളീധരനെ കുറിച്ച് KPCC പ്രസിഡന്റായപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയണ കേട്ടിട്ടില്ലേ? അല്ലല്ല, ആ വീഡിയോ നമുക്കൊന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിച്ച ശേഷം കെ മുരളീധരനെ കുറിച്ചുള്ള പരാമർശം. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നത്. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നലെ അടക്കം ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു, ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. അതിനുശേഷം ഇയാളെ മഞ്ചേരിയില് ആ സേവാദൾ പ്രവർത്തകയുടെ വീട്ടിൽ നിന്നും ഇയാളെ തുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ പിടിച്ചുകൊണ്ട് ഇയാളെ നാട്ടുകാർ മഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യം കൂടെ കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. സാറ് നമ്പറും തരും സാറോ? കൈയെടുക്കാനോ കിട്ടൂല കേട്ടോ. നിലവിൽ അയാളുടെ പേരിലൊക്കെ ഉണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരു കാലത്ത് രഘുചന്ദ്രപാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കരുണാകരന്റെ ഏറ്റവും വലിയ വിശ്വസ്ത്രീ. അന്ന് ചാനലുകളിൽ കയറിയിരുന്ന കോൺഗ്രസിനെ പറയാത്ത തെരുകളില്ലെന്നേ. കാരണം എല്ലാ സമയത്തും ഏതൊക്കെ KPCC പ്രസിഡന്റ് വന്നോട്ടെ, അത് ഏതൊക്കെ വന്നോട്ടെ, അവരൊക്കെ ആക്ഷേപിക്കലും കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കലും അല്ലാതെ ഇയാൾ എന്ത് ചെയ്തത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ സുനിൽ സാറിന് പറയാൻ പറ്റുമോ? കാരണം ഇദ്ദേഹം എന്നും ഒരു എന്താ പറയാ, കോൺഗ്രസിന്റെ നല്ല കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന ശശി തരൂരിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ തന്നെയാണ് പറയുന്നത്, ശശി തരൂരിനെ കുറിച്ച് പറയാൻ ഒരു അർഹതയും അയാൾക്കില്ല. കാരണം ഇതിനേക്കാൾ വലുത് ചെയ്തിട്ടുള്ള ആളാണ് അയാൾ. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാലാകാലങ്ങളിൽ പാർട്ടിയിൽ അധികാര ശ്രേണിയിലിരിക്കുന്നവന്മാര് നമ്മൾ ഈ തെരുവ് കൊണ്ടേ വെച്ചിടേ അവനൊന്ന് കൈകാര്യം ചെയ്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഒരു നാലാംകിട ഒരു തെരുവ് ഗുണ്ടയുടെ റോൾ അല്ലാതെ ഇയാൾക്ക് ഒരു റോളുമില്ല. ഇപ്പോൾ
ശശി തരൂരിനെ കുറിച്ച് ഇയാൾ കഴിഞ്ഞ ദിവസം ഏതായാലും സാധാരണഗതിയിൽ മുരളീധരനോ മറ്റുള്ളവരെയൊക്കെ പറയുന്ന ആ അശ്ലീല പരാമർശങ്ങൾ ഇയാൾക്കിപ്പോൾ പറയാൻ ഇയാൾക്കിപ്പം നാക്ക് പൊങ്ങത്തില്ല. കാരണം പൊങ്ങിയാൽ ഇയാളുടെ ഈ മറ്റേ മഞ്ചേരിയിലെ സംഭവം എടുത്ത് ആളുകൾ അലക്കും എന്നുള്ളതുകൊണ്ട് അവനിപ്പോൾ ഇച്ചിരി മാന്യനായിട്ടുണ്ട്. പക്ഷേ ഈ പണി ജയിച്ചത് ഉറപ്പാണ്. ഇത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ നാണകെട്ടവൻ, ആ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം, നിർദ്ദേശപ്രകാരം ഇയാളെ ഇറിറ്റേറ്റ് ചെയ്യുവാനും കേരളത്തിൽ ഇതിനെ ഒരു വിവാദമാക്കിയെടുക്കുവാനും വേണ്ടി മാത്രമാണ്. അയാൾ ആ ആർട്ടിക്കിൾ വായിക്കാനുള്ള പ്രാപ്തിയൊന്നും അയാൾക്കില്ല. അയാളത് കണ്ടിട്ട് പോലുമില്ല. ആ കിട്ടിയ ഫീഡ് അനുസരിച്ച് ഇയാളെന്തോ മഹാപാതകം ചെയ്തു, ഗാന്ധി കുടുംബത്തെ എന്തോ നാണം കെടുത്തി. ആ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. അത് ഗാന്ധി കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, ആ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യത്തെ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ കാലം മുതൽ ഇന്നുവരെയുള്ള ആ കുടുംബാധിപത്യത്തെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം, ചുമ്മാ ഊഹാപോഹങ്ങളല്ല, നല്ല വ്യക്തമായും വൃത്തിയായും പറഞ്ഞ ഒരു ആർട്ടിക്കിളായിരുന്നു. അതിനെ ആ തരത്തിൽ മാത്രമേ സാധാരണ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ എടുക്കത്തുള്ളൂ. പക്ഷേ ഇത് കോൺഗ്രസിനെ അപമാനിച്ചേ എന്നും പറഞ്ഞ് ഇയാൾ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കി. ഇയാൾ പതുക്കെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, ബാക്കിയുള്ളവരെല്ലാം ഇത് ഏറ്റെടുക്കുമെന്നാണ് കരുതി. ഇന്ന് മുരളീധരൻ നടത്തിയ ആ പരാമർശത്തിലും അയാൾ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാനത് ആർട്ടിക്കിൾ എനിക്ക് വായിക്കാൻ സാധിച്ചില്ല, ഞാൻ കണ്ടില്ല, അതുകൊണ്ട് അഭിപ്രായം പറയത്തില്ല എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്തു പോയി. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഇത്തവണ ശശി തരൂരിൻ്റെ ആ വിഷയം ആളിക്കത്തിച്ച് ഇത്തവണയെങ്കിലും അയാളെ മനസ്സുമടുപ്പിച്ച് ഇറക്കി വിടാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇവന്മാർ അത് നടത്തിയത്. പക്ഷേ അത് ഉദ്ദേശിച്ച അത്രയും അത് ഇത്തവണത്തെ എഫേർട്ട് അത് വിജയിച്ചില്ല എന്ന് പറയാം. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞു ശശി തരൂരിന് ദേശീയ തലത്തിൽ പല അംഗീകാരങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. അംഗീകാരം എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടുന്നത് ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾ അർഹിക്കുന്ന തരത്തിലൊരു അംഗീകാരം ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർക്കിംഗ് കമ്മിറ്റിയിൽ നിരവധി ആളുകളിൽ ഒരുത്തനായിട്ട് ഇരിക്കുകയോ അല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ടാലൻറ്റഡ്, വളരെ കാലിബറുള്ള ഒരു ലീഡറാണ്, ഒരു കരിഷ്മയുള്ള ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലിബറിനനുസരിച്ചിട്ടുള്ള ഒരു പദവി ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്ന ഒരു പദവി എന്ന് പറയുന്നത് ഈ പേര് തന്നെ മാറ്റാൻ വേണ്ടി ഒരു ഗാന്ധി ഫാമിലിയുടെ കയ്യിലാണ് ഈ കോൺഗ്രസിൻ്റെ ഭരണം കിടന്ന് കറങ്ങുന്നത് എന്ന് ആ പേര് മാറ്റണമെന്നുണ്ടായിരുന്നില്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ റബ്ബർ സ്റ്റാമ്പായ ഗാർഖെ, അതോ ഏത് കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം, ഗാർഖെ പോലെയുള്ള ഒരു അപ്പാവിയെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഇയാൾ ഒരു കാരണവശാലും ഇന്നോ നാളെയോ ഗാന്ധി കുടുംബത്തിനോ അല്ലെങ്കിൽ ആയിരിക്കുന്ന നേതാക്കന്മാർക്കോ ഇയാൾ ഒരു തരത്തിലും ഒരു ത്രെട്ടാകത്തില്ലെന്നറിയാം. കാരണം അത്രയ്ക്ക് ശേഷിയില്ലാത്ത ഒരു മനുഷ്യൻ. അന്നേരം അതുപോലെ ശേഷിയില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ആ ഹയറാർക്കി ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിന്ന് തന്നെ ഈ റബ്ബർ സ്റ്റാമ്പ് പരിപാടി തുടങ്ങി അറ്റം വരെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ ഗാർഖയെ വെച്ചേക്കുന്ന പോലെ തന്നെയാണ് കേരളത്തിൽ കൊണ്ട് ഒരു അരമനക്കിങ്ങിനെ ഈ KCയുടെ പിടിച്ചുവെപ്പുകാരനെ കൊണ്ട് അവിടെ കൊണ്ട് KPCCയുടെ അധ്യക്ഷനായിട്ട് ഇരുത്തിയിട്ട് വീണ്ടും ഒരു 3 എണ്ണത്തിനെയും കൂടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊക്കെ ചേർത്ത് കൊടുത്ത് ഏച്ച് വെച്ച് കെട്ടി ഇവന്മാർ ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ തൊട്ട് താഴെ വരെ ഈ അവസ്ഥ ഇവരുണ്ടാക്കി. അന്നേരം ഈ പാർട്ടി ഛിന്ന ഭിന്നമായി ഇത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രസക്തി ഇല്ലാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞ് തന്നെ തുടക്കത്തിൽ തന്നെ ഇപ്രകാരം ഒരു കാര്യം ചെയ്തു. എന്നാൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് അപ്രകാരം ഒരു ഇലക്ഷന് പോലും ഒരു അവസരം കൊടുക്കാതെ, കാരണം അത് അറിയാം രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട് ശശി തരൂരും ഗാർഖയും തമ്മിൽ. അന്നേരം അപ്രകാരം വരുമ്പോൾ ഇവർ തന്നെ മനസ്സാൽ ഒരു കാരണവശാലും ആ ഗാന്ധി ഫാമിലിയുടെ ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവച്ചാലും അവർക്ക് ആ ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു. കാരണം അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പിടിയൊന്നും പെട്ടെന്നൊന്നും ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ ഈ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ ആ ഒരു സ്മരണ അവർക്ക് എന്നും കാണും. അതേസമയം ഇദ്ദേഹത്തെ ഇയാളെ കംഫർട്ടബിളാക്കി കൃത്യമായിട്ടും ഇദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാൻ അല്ലെ മോഡറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്ക് തന്നെ ഈ പാർട്ടിയുടെ ഒരു അധ്യക്ഷ സ്ഥാനത്ത് ഇദ്ദേഹത്തെ കൊണ്ടുവരികയും ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു അവസരമായിരുന്നുവെങ്കിൽ ഈ ദുരിതം ഇന്ന് കോൺഗ്രസിന് വരത്തില്ലായിരുന്നു. ഇന്ന് ഇത് കണ്ടോ, അഭയാർത്ഥിയായി ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വയനാട്ടിൽ വന്ന് പോലും മത്സരിക്കേണ്ടുന്ന ഒരു ഗതികേടുണ്ടാകുന്ന അവസ്ഥയെത്തി. അന്നേരം അതുകൊണ്ട് തന്നെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചിട്ടുള്ളൊരു അംഗീകാരം ഈ പാർട്ടി കൊടുത്തിട്ടില്ല. എന്നാൽ പേരിന് ഇത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലൊരാൾ ഇവിടെ നിൽക്കുമോ? അന്നേരം ഇവിടെ ഈ പുകയുന്നതിൻ്റെ റീസൺ ഇത്രയുമുള്ള ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ ആ ഒരു കാലിബർ അനുസരിച്ചിട്ടുള്ളൊരു പദവി അദ്ദേഹത്തിന് ഇന്ന് വരെ കോൺഗ്രസ് ദേശീയ നേതൃത്വവും പിന്നെ കേരളത്തിലെ പറയുകയും വേണ്ട യാതൊരു തരത്തിലുള്ള പരിഗണനയും അദ്ദേഹത്തിന് കൊടുത്തില്ല. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിഞ്ഞു കയറി നിൽക്കുന്ന പോലുള്ള അല്ലെങ്കിൽ ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ അയാളെ എങ്ങനെ കുറ്റം പറയും? ഇത്രയും അയാളെ അപമാനിക്കുമ്പോൾ ഇത്രയുമെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്യണ്ടേ? അന്നേരം അതുകൊണ്ട് ശശി തരൂരിൻ്റെ ഈ പ്രവൃത്തി പലരും പറയും അത് ഈ സമയത്ത് ഇത് പറയണമായിരുന്നോ? അതെ,
സ്ട്രൈക്ക് വെൻ ദ അയൺ ഈസ് ഹോട്ട് എന്ന് പറയുന്നത് പോലെ അടിക്കേണ്ട സമയത്ത് വേണം അടിക്കാൻ. ഈ സമയത്ത് ഇത് ഏക്കത്തുള്ളൂ. അന്നേരം ഞാനിവിടെ ഇങ്ങനെ ഒരുത്തൻ ഉണ്ട് എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹം പറയണ്ടേ. അന്നേരം അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ഇത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, അയാളുടെ കഴിവിനെ ഇവർ മാനിച്ചില്ല എങ്കിൽ, ഇത്രയും വർഷത്തോളം അദ്ദേഹം അർഹിക്കുന്ന ഒരു പദവി കൊടുത്തില്ല, അംഗീകാരം കൊടുത്തില്ല എങ്കിൽ ഇതാണ് സമയം. ഈ സമയത്ത് അദ്ദേഹം സ്വമേധയാ തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ പാർട്ടി വിടുകയാണ് എന്ന് പറഞ്ഞ് പോയി ഇദ്ദേഹം ഈ BJP എന്ന പ്രസ്ഥാനത്തിൽ ചേരുകയാണെങ്കിൽ തന്നെ അയാളുടെ അവസരങ്ങൾ വളരെ വലുതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞ ഭരണത്തിലുണ്ടെങ്കിൽ പോലും മോദിയുടെ ശേഷം ആര് എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ഇദ്ദേഹം ആ പ്രസ്ഥാനത്തിലേക്ക് ചെല്ലുകയും ഈ കേരള രാഷ്ട്രീയത്തിലൂടെ ഇവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായ ഈ കേരളം പിടിക്കുവാൻ ഇയാളെ ഉപയോഗിച്ച് അത്തരത്തിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അതിനുശേഷം ഒരു പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് വരെയുള്ള ഒരു വലിയൊരു അവസരങ്ങളുടെ ഒരു വാതായനമാണ് തുറന്നു കിടക്കുന്നത്. അത് ശശി തരൂർ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. ഇതിലെന്താ വെച്ചാലേ, ഒന്നാമത്തെ കാര്യം നമ്മൾ നിർത്തിയത് രാജ്മോഹൻ ഉണ്ണിത്താനല്ല, KC വേണുഗോപാൽ ഇറക്കി വിട്ട ഒരു ഡെമ്മിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനല്ലാതെ ഇതുപോലെ വൃത്തിയായിട്ട വർത്താനങ്ങൾ പറയാൻ വേറെ കോൺഗ്രസ് തയ്യാറാവില്ലേ? കാരണം ഇത്രയും മോശമായിട്ട് സംസാരിക്കാനും ഒരു അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കാനും എന്താ പറയാ, വേറൊരു PC ജോർജ് ഒരു എന്താ പറയാ, എനിക്ക് പറയാൻ കഴിയില്ല. ഒരു മാനേഴ്സും ഇല്ലാതെ സംസാരിക്കാൻ അദ്ദേഹത്തിലുള്ള വേറെ ആരും കഴിയില്ലെന്നേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ രാഹുൽ മാമൂടത്തിനെ വിഷയത്തിലായിട്ട് കൂടി നോക്കി വന്നവർ ഒറ്റ നിന്നു, ഒറ്റ ഡയലോഗ് അപ്പോഴേക്കും മറ്റേതൊക്കെ മഞ്ചേരി വിഷയമൊക്കെ പുറത്തേക്ക് വന്നു, അതോടെ നിർത്തി. ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ സംസാരിച്ച് വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഞാൻ പറയും, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പാരയായിരുന്നു. നമ്മുടെ TN പ്രതാപന്റെ കഥ പറഞ്ഞോ, TN പ്രതാപൻ ഇതേ സ്ഥിതിയാണ്. അപ്പൊ ഇത് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാനേ പാടില്ല. കാരണം ഇദ്ദേഹം പറയുന്നു പോകുന്നു, ഒരു കോൺഗ്രസ്സുകാരും മൈൻഡിയില്ലെന്നേ. ഒരു കോൺഗ്രസ്സുകാരും ഇദ്ദേഹത്തിന് ഒരു കമന്റ് പോലും ഇട്ട് കൊടുക്കാൻ തയ്യാറാവില്ല, എത്ര നല്ല കാര്യം പറഞ്ഞാലും. കാരണം കോൺഗ്രസ്സുകാർക്ക് അറിയാം, കോൺഗ്രസിന്റെ കരുണാകരൻ മുതൽ ഇങ്ങോട്ട് ആരും തെറി പറയാത്ത ഏത് നേതാക്കന്മാരുണ്ടേ? കോൺഗ്രസിൽ ആരും തെറി പറയാത്ത പല നേതാക്കന്മാരുണ്ടോ? സകല നേതാക്കന്മാർ സകല ആൾക്കാരും പറയുന്നതാണ്. അപ്പൊ അത് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇനി മറ്റൊരു കാര്യം, കുടുംബവാഴ്ചയെ കുറിച്ച് എഴുതിയ പുസ്തകത്തെ കുറിച്ചിട്ട് ഈ രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ടല്ല, സോണിയാഗാന്ധിനെ കുറിച്ചല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലുള്ള കാര്യം, ഇതൊക്കെ ഞാൻ യോജിക്കുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ശശി തരൂരിന്റെ ചില കാര്യങ്ങളോട് ഒരു 90% കാര്യങ്ങളോട് യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. CPM എത്രയോ കുടുംബങ്ങൾ ഇതിലൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ CPM തന്നെ, പിന്നെയും കുറവ് കോൺഗ്രസിന്റെയാ. CPM-ന്റെ ബന്ധുക്കളും അദ്ദേഹം ഇതിലൂടെ ഇദ്ദേഹം പറയുവാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബവാഴ്ച തീരണം, അവസാനിക്കണം. അത് കോൺഗ്രസ്സുകാർ മാത്രം ദേഷ്യപ്പെടുന്ന കാര്യമുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടുംബവാഴ്ചയുടെ പാർട്ടി CPM ആണ്. മകളും മരുമകനും, ഭാര്യയും ഭർത്താവും, ആങ്ങളെയും പെങ്ങളും, അച്ഛനും മക്കളും ഒക്കെ ഉള്ളത് CPM അല്ല, മറ്റൊരു പാർട്ടി. എണ്ണി പറഞ്ഞാലും വേണം. കണ്ണൂർ കടന്നാൽ മതി. EP ജയരാജൻ മോൻ, M വിജയരാജൻ, സതീദേവി മുതല് ശ്രീമതി ടീച്ചർമാർ ഒക്കെ ഒരു കുടുംബമാണ്. മനസ്സിലായില്ലേ? അതുപോലെ പിണറായി വിജയനും മരുമോനും എന്ന് വേണ്ട, വിജയ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും ഭാര്യയും, ഒരാൾ മന്ത്രി, ഒരാൾ ഇതും, ഇങ്ങനെ ഇവരെല്ലാവരും ഇന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കുടുംബാധിപത്യമുള്ള പാർട്ടി CPM ആണ്. പക്ഷെ ഇവരുടെ അങ്ങനെ ചാനലിൽ ചർച്ചകൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ CPM-ന്റെ വന്നിരുന്നിട്ട് അയ്യോ കുടുംബാധിപത്യം, രാഹുൽ ഗാന്ധി അങ്ങനെ, സോണിയാഗാന്ധി കുടുംബമാണ്, ഇവര് എന്തൊക്കെ തള്ളരുതല്ലോ. വൃന്ദകാരായിട്ടും പ്രകാശകാരായിട്ടും ഒന്നാലോചിച്ചേ അവിടെ ഇരിക്കണത്. അപ്പൊ ഇവരാണ് ശരിക്കും പറയുക കുടുംബാധിപത്യ രാഷ്ട്രീയം എന്ന് കൊണ്ടു നടക്കുന്ന ഒരു ശരിക്കും പറയുക CPM-കാരാണ്. CPM-ന്റെ എല്ലാവരും പരസ്പരം ഈ ഗോവിന്ദ മാഷ ഭാര്യ അറിഞ്ഞൂടെ, മറ്റേ അബ്ദുൾ സാദിനെ കൊലപ്പെടുത്തിയ കേസിൽ. നമ്മളതിനെ കുറിച്ചൊന്നും പറയണില്ല. കാരണം ഈ കുടുംബാധിപത്യം ശശി തരൂർ പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇതും ചിന്തിക്കായിരുന്നല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുടുംബാധിപത്യത്തെ കുറിച്ച് ഇപ്പൊ എവിടെ കുടുംബാധിപത്യം കോൺഗ്രസിനുള്ളത്? ഈ കുടുംബാധിപത്യം എന്ന് ഈ ശശി തരൂർ കോൺഗ്രസിനെയാണ് ഉദ്ദേശിച്ചത്. അത് തെറ്റായ പ്രസ്താവന. കാരണം സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി അവസരം കിട്ടിയ ആളാണ്. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിക്കോളാൻ പറഞ്ഞതാണ്. രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധിക്ക്, നരസിംഹറാവുവിന് ശേഷം സോണിയാഗാന്ധിക്ക് ആവാമായിരുന്നു. സോണിയാഗാന്ധി എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗ് പഠിച്ച് പ്രധാനമന്ത്രിയാക്കിയ ആളാണ്. എനിക്ക് താല്പര്യമില്ല, ഞാൻ ആവുന്നില്ല, അപ്പൊ അത് വീണ്ടും കുടുംബാധിപത്യമായി മാറും എന്ന് പറഞ്ഞ് ഈ നരസിംഹറാവുവിന് ശേഷം പിന്നെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് ഈ ശശി തരൂർ അവിടെ ഉദ്ദേശത്തിൽ നമുക്ക് ചിന്തിക്കാൻ കോൺഗ്രസ്സുകാർക്ക് അതും ആവില്ല എന്നുള്ളത്. കാരണം ആ സമയത്ത് പ്രധാനമന്ത്രി ആവാൻ അവസരം കിട്ടിയ ഈ സോണിയാഗാന്ധി ശക്തമായി നിലപാടെടുത്തു, എനിക്കത് വേണ്ട. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാവുന്നത്. ഇപ്പൊ നാളുകളിൽ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഒരിക്കലും കുടുംബാധിപത്യം എന്ന് അറിയാൻ കഴിയും. ഇപ്പൊ എത്ര തവണ കഴിഞ്ഞു? അതായത് നരസിംഹറാവു കഴിഞ്ഞു,
അതിനുശേഷം BJP 3 തവണ കഴിഞ്ഞു, മൻമോഹൻ സിംഗ് 2 തവണ കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ ഇങ്ങനെ കുടുംബാധിപത്യമാവണേ. അപ്പൊ കോൺഗ്രസ് നല്ല കുടുംബാധിപത്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഉൾട്ടായിട്ട് ചിന്തിക്കുന്നത്? അത് എങ്ങനെയും ശശി തരൂർ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കണം എന്ന് ഉദ്ദേശിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് നല്ലതിനെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല. ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിന്റെ ഈ പ്രസ്താവനയെ കൃത്യമായി കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്യാമായിരുന്നു അവർക്ക്. എങ്ങനെ? ഈ CPM എല്ലാ ബന്ധുക്കളെയും ഒന്നിനൊന്ന് എല്ലാ കുടുംബമാണ്, ഓരോ കുടുംബങ്ങളിൽ നിന്നും പോയിട്ടുള്ള ഇപ്പൊ രാമകൃഷ്ണന്റെ ഭാര്യ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, അങ്ങനെ ഓരോ കുടുംബങ്ങളും എല്ലാവരും ഭാര്യയും മക്കളും മരുമക്കളും അവരുടെ കുടുംബക്കാരും അനിയത്തി ചേടത്തി ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിയൊരു ശൃംഖലയാണ് CPM-ന്റെ. പുറത്തുനിന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ തന്നെ വിജയരാഘവനും ഭാര്യയും ഗോവിന്ദമാഷും ഭാര്യയും എല്ലാവരും ഉണ്ട്, എല്ലാവരുടെ കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോലും കുടുംബാംഗങ്ങളാകുക. ഇത് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യണമായിരുന്നു? ശശി തരൂരിന്റെ ഈ സാധനം എടുത്തുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി മാറ്റാൻ ശ്രമിക്കണ്ടേ? അവർക്ക് ധൈര്യമായിട്ട് പറയാലോ, ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ല ഭരിക്കുന്നത്, സോണിയാഗാന്ധി അല്ല ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തോടെ അവസാനിച്ചു. കാരണം എന്താ? രാജീവ് ഗാന്ധിയിൽ കൂടി അത് അവസാനിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് അങ്ങനെ സംഭവമില്ല എന്ന് പറയാൻ, അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ഈ CPM-ന്റെ കുടുംബാധിപത്യം അവസാനിപ്പിക്കുവാനും അല്ലെങ്കിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കാനും കിട്ടിയ ഒരു അവസരം കൂടി ഒഴിവാക്കി. പിന്നൊരു കാര്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. താങ്കൾ പറഞ്ഞ് സൂചിപ്പിച്ചു വെച്ച കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ശശി തരൂരിന് എല്ലാവിധ ഇത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണമുണ്ടോ? ഭരണമുള്ള സമയത്ത് കേന്ദ്രമന്ത്രി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റിയത്? ഏറ്റവും വലിയൊരു പദവിയല്ലേ? ഒരു പാർലമെന്റ് രംഗത്തെ ഏറ്റവും വലിയ പദവിയാണ് മന്ത്രി. അത് കേന്ദ്രമന്ത്രി ആക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ 2 കാൻഡിഡേറ്റ്സിൽ ഗാർഖയാണോ ശശി തരൂരാണോ ഒരു കോൺഗ്രസിനെ നയിക്കുവാൻ പറ്റാവുന്ന ഒരു വ്യക്തി? 100% ശശി തരൂർ തന്നെയാണ്. അതേ ഞാൻ പറയുന്നുള്ളൂ. അതല്ലേ ശശി തരൂരെ തോൽപ്പിക്കാൻ KC വേണുഗോപാൽ മുന്നിൽ നിന്നത്. അതെ, ശശി തരൂരിനെ ജയിച്ചു പോയുള്ള പേടി 6,000-7,000 ഓട്ടം കണ്ടല്ലേ ഉള്ളൂ. ഒരു പക്ഷെ ജയിച്ചു പോയാൽ അതിന്റെ ഒരു റിപ്ലിക്ക് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും വരുന്നത്. അതായത് അതുപോലെ കാലിബറുള്ള ഒരാൾ ശശി തരൂരിനെ പോലെ ഒരാൾ നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു 100 കിലോമീറ്റർ അകലെ പോലും നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരാളെ കൊണ്ട് ആ പദവിയിൽ അവരോധിക്കുന്നു. കേരളത്തിലെ കാര്യം എടുക്കുക. കേരളത്തിൽ ഈ പറയുന്ന ഒരു സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരാഗ്യവും ഇല്ല. അങ്ങനെ ഒരു വ്യക്തി നമ്മൾ നാളിതുവരെ ആ പദവിയിൽ എത്തുന്നതുവരെ കേൾക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് ആ കഴിവുള്ള ഓർക്കണം, K. സുധാകരനെ പോലെയുള്ള ഒരു കഴിവുള്ള ഒരു നേതാവിനെ മാറ്റിവെച്ചിട്ട് ഈ പണി ചെയ്യാൻ ഇവർക്ക് ധൈര്യം കിട്ടിയതെന്ന് പറയുന്നത്, എടാ കേന്ദ്രത്തിൽ ഈ പണി ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ആയിക്കൂടാ? അത് സത്യത്തിൽ വേറെ കാര്യം കേട്ടാ. ഇപ്പൊ താങ്കൾ വിട്ടുപോയതാണെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ K. സുധാകരനെ മാറ്റിയപ്പോ ഒരു പരീക്ഷ ശശി തരൂർ വെച്ച് നോക്കാമായിരുന്നു. ശശി തരൂരിനെ KPCC പ്രസിഡന്റായിട്ട് ഒരു പരീക്ഷ നോക്കാമായിരുന്നു. അത് നല്ല അവസരമായിരുന്നു. അത് ശശി തരൂരിനെ പോലെ അത്രയും ഒരു പോസ്റ്റിലിരിക്കേണ്ട ഒരാളല്ല. അത് നമുക്കറിയാം. ഒരു KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒരുപാട് പവറുള്ള ഒരാളാണ്, അതുപോലെ കാലിബറുള്ള ഒരാളാണ്, അതുപോലെ ജനം അംഗീകരിക്കുന്ന ആളാണ്, അതുപോലെ ലോകം അംഗീകരിക്കുന്ന ആളാണ്. നമുക്കൊക്കെ അറിയാം. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പരീക്ഷ നടത്തായിരുന്നു. ഈ സണ്ണി ജോസഫ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതുപോലെ കഴിവുള്ള ആളുകൾ ആരും വേണ്ട. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഏറ്റവും വലിയ അയോഗ്യതയായിട്ട് കണക്കുന്നത് നല്ല മിടുക്കന്മാർ ഇവർക്ക് പറ്റത്തില്ല. ഇപ്പോൾ ശശി തരൂരിനെ കണ്ടു, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അത്രയും വേണ്ട, അത്രയും ഒരു വാഗ്മിയെ വേണ്ട, അത്രയും ഒരു വിസ്ഡമുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററെ വേണ്ട, ഒന്നും വേണ്ട. അതുപോലെ ഇമേജ് ഉള്ള ഒരാളെ വേണ്ട. അതുപോലെ കേരളത്തിലെ നോക്കുക, ഇതുപോലെ കഴിവുള്ള യുവ നേതാക്കന്മാരെ ഇവർ പർപ്പസ്ഫുള്ളി ആ കഴിവുള്ള നേതാക്കന്മാരെ എടുത്ത് ദൂരെ വെറും ആരോപണങ്ങൾ ഉന്നയിച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം എടുത്ത് ഓരോ പദവിയിൽ കൊണ്ടുവെക്കുന്നവന്മാർ ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതേസമയം ഒരാളെ ഒരു ആരോപണമോ അല്ലെങ്കിൽ എങ്ങനെ എടുത്ത് മാറ്റി വെച്ചു, പകരം കൊണ്ടുവരുന്ന ഒരാൾ അതിനേക്കാൾ മികച്ച അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സ്റ്റാറ്റസ് കോ എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരാളായിരിക്കണം. എന്നാൽ ഇവിടെ കൊണ്ടുവരുന്ന ആരാ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നോക്കുക, കൊണ്ടുവച്ച കുറേ മണ്ണുണ്ണികളെ 3 കൊണ്ടുവച്ചിട്ട് എന്താണ് അവസ്ഥ? അന്നേരം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശശി തരൂരിനെ പോലെയുള്ള ഈ കഴിവുള്ള നേതൃത്വങ്ങളെ ഇവർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അവരെ എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് നിർത്തി തന്നെ ഇവരുടെ ഈ ഒരു ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി കൊണ്ട് അവരെ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തുന്നു. അവർ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ അത് കുറ്റമായി മാറുന്നു, അവർ എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു കുറ്റമായി മാറുന്നു, അവരുടെ ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്തർദേശീയ സംഘത്തിൻ്റെ കൂടെ പ്രതിനിധിയായി പോയാൽ അത് കുറ്റമായി കാണുന്നു. അന്നേരം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള കഴിവുള്ളവരെ ചേർത്ത് നിർത്തുക അല്ലെ അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു പ്രാപ്തിയില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു അവസരം വരുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഈ വ്യക്തിത്വങ്ങൾ, ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവന്മാരെല്ലാം ചേർന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞതുപോലെ ശശി തരൂർ പറയേണ്ടി വരും, നിങ്ങളെന്നെ
BJPയുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കാരണം അവസരങ്ങൾ ആരെയും തേടി എത്തത്തില്ല. ആ കിട്ടുന്ന അവസരം മുതലാക്കി അത് വിനിയോഗിക്കുക എന്ന് പറയുന്ന പോലെ ശശി തരൂരിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഇവന്മാർ ഇതുപോലെ ഒരു ആർട്ടിക്കിൾ എഴുതിയതിൻ്റെ പേരിൽ ഇതുപോലെ അദ്ദേഹത്തെ ഒരു കുലംകുത്തിയായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ അദ്ദേഹത്തെ ഒരു ശത്രുപക്ഷത്തിലേക്ക് മാറ്റി മാറ്റി തള്ളിവിട്ട് അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി പോകുന്നതിന് മുമ്പ് ഈ അവസരം ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഇദ്ദേഹം ഇപ്രകാരം ഒരു അവസരം വിനിയോഗിച്ച് BJP പക്ഷത്തിലേക്ക് പോവുകയും ആ കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിയാൽ അദ്ദേഹത്തെ യാതൊരു കാരണവശാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുകയും അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ശ്രീ CM രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കൂട്ടരുടെ ഒരു വികാരമുണ്ട്. ഒപ്പം നിന്നിട്ട് അതല്ലെങ്കിൽ പാർട്ടി ഇതുപോലെ പ്രതിസന്ധിയിൽ പോകുമ്പോൾ ഇപ്പോഴല്ല ഇപ്രകാരമുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തേണ്ടുന്നത്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവസരങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിന് പദവികൾ കൊടുത്തു, അദ്ദേഹത്തെ പദവികൾ നൽകി ചേർത്ത് നിർത്തുവാൻ ശ്രമിച്ചു. ഇപ്പോൾ പദവിയൊന്നുമില്ലല്ലോ, ഇപ്പം ഞങ്ങൾ എന്ത് കൊടുക്കാനാണ്? പക്ഷേ ഇത് നമ്മൾ കയ്യും മെയ്യും മറന്നു നിന്ന് ഭരണം തിരിച്ചു പിടിക്കുവാനുള്ള ആ ഒരു അവസരത്തിൽ നമ്മളുടെ കൂടെ നിന്ന് നമുക്കിട്ട് കുത്തുന്ന ആ പണി ശരിയാണോ എന്ന ഒരു ചോദ്യവും കൂടെ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.